ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കരിമീനാണ് ഇവിടെ ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ കരിമീൻ എങ്ങനെ മുളക് ഇടാമെന്ന് നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായാലേ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടെടുത്തു. ഉലുവ ഒന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുത്ത് ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒരു 5 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്തിങ്ങനെ വരുമ്പോൾ പിന്നെ അതിലേക്ക് പൊടികൾ ഉപയോഗിക്കട്ടോ. അപ്പം ഞാൻ ഇവിടെ മല്ലിപ്പൊടി ഉപയോഗിക്കണില്ല, പകരം മുളകും പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി ഉപയോഗിക്കണവർക്ക് ഉപയോഗിക്കട്ടോ. അപ്പോൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി മൂത്ത് വരണം കേട്ടോ. അത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. സിമ്മിലാക്കി വെച്ച് ഒന്നുകൊണ്ട് മൂത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ പുളിക്ക് പകരം കുടംപുളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ച കുടംപുളി ആ വെള്ളത്തോടൊക്കെ തന്നെ ഇതിലേക്ക് ഒഴിക്കട്ടോ. പിന്നെ പാകത്തിന് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചെടുക്കണം. കറി വേകുമ്പോൾ ഒന്നും വറ്റുമല്ല. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് മൂടി വെച്ചിട്ട് തള വരാൻ വെക്കട്ടോ. പിന്നെ തള വന്നതിൻ്റെ ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ കരിമീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കരിമീനിട്ട് കൊടുത്തു. പിന്നെ കരിമീനിട്ട് കൊടുത്ത പാട് നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കുക. പിന്നെ കൂടുതൽ ഇളക്കരുത് കേട്ടോ. വെന്തതിന് ശേഷം ഇളക്കിയാൽ പിന്നെ അത് ഉടഞ്ഞു പോവും. അപ്പോൾ അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ പിന്നെ വേവിക്കേണ്ടത്. പിന്നെ ഞാൻ മൂടി വെച്ചിട്ടില്ല, തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചിരിക്കുന്നത്. തള വന്നതിൻ്റെ ശേഷം തുറന്ന് വെച്ച് വേവിച്ചു, മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചു. ഇപ്പോൾ കറിയൊക്കെ ആയി. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് നമുക്ക് വാങ്ങി വെക്കട്ടോ. ഈ കറി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാട്ടോ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.